ദുൽഖർ സൽമാന്റേതായി മലയാളികൾ കാത്തിരിക്കുന്ന ചിത്രമാണ് അയാൻ ഗെയിം. അന്യഭാഷകളിൽ തിരക്കേറിയതോടെ മലയാള സിനിമയിൽ നിന്ന് ചെറിയ ഇടവേളെടുക്കുകയായിരുന്നു ദുൽഖർ. അയാൻ ഗെയിമിന്റെ അപ്ഡേറ്റുകൾക്കും വൻ സ്വീകാര്യതയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴത്തെ അയാൻ ഗെയിമിനെ കുറിച്ച് ദുൽഖർ പറഞ്ഞ കാര്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത്. ഞാൻ ഒരുപാട് നാളായി ഒരു മലയാള സിനിമയുമായി വന്നിട്ടെന്ന് എന്നറിയാം. അടുത്തത് വരാൻ പോകുന്നത് ഒരു മലയാള സിനിമയായിരിക്കും. ഒരു വലിയ മലയാള സിനിമയായിരിക്കും. ഒരു കൂൾ, സിക്ക്, സ്റ്റൈലിഷ്, ഫൺ സിനിമയായിരിക്കും. അത് പിരീഡൊന്നും ആയിരിക്കില്ല. അതിൻ്റെ കുറച്ചു ബാക്കിയാണ് ഇനി താടിയും മുടിയുമൊക്കെ. നിങ്ങൾക്കെല്ലാവർക്കും പൂർണ്ണമായും എൻജോയ് ചെയ്യാൻ പറ്റുന്നതാണെന്ന് ഞാൻ കരുതുന്നു ദുൽഖർ പറഞ്ഞു. അതേസമയം ഒരു വലിയ ഇടവേളയ്ക്ക് ശേഷം ദുൽഖർ നായകനാകുന്ന മലയാള ചിത്രം എന്നതിനാൽ തന്നെ അയാം ഗെയിമിന് വലിയ ഹൈപ്പാണുള്ളത്. ആർഡിഎക്സ് എന്ന സിനിമയിലൂടെ പ്രേക്ഷകരുടെ മനം കവർന്ന നഹാസ് ഹിദായത്താണ് സിനിമയുടെ സംവിധാനം. സജീർ ബാബ, ബിലാൽ മൊയ്തു, ഇസ്മായിൽ അബൂബക്കർ എന്നിവർ ചേർന്നാണ് അയാൻ ഗെയിമിന്റെ സിനിമയ്ക്കായി തിരക്കഥ ഒരുക്കുന്നത്. ജിൻഷി ഖാലിദ് ഛായാഗ്രഹണം നിർമ്മിക്കുന്ന സിനിമയുടെ എഡിറ്റിംഗ് കൈകാര്യം ചെയ്യുന്ന ചമൻ ചാക്കോയാണ്. ജേഷ് ബിജോയിയാണ് സിനിമയ്ക്ക് സംഗീതം നൽകുന്നത്. ആക്ഷന് വലിയ പ്രാധാന്യം ഉള്ള ചിത്രത്തിന്റെ ഹൈലൈറ്റ് അൻപത് മാസത്തേക്ക് ഒരുക്കുന്ന വമ്പൻ സംഘടന രംഗങ്ങൾ തന്നെ ആയിരിക്കും എന്നാണ് സൂചന. കാന്തയാണ് ദുൽഖറിന്റെയും റിലീസിനിറങ്ങുന്ന ചിത്രം.